സായിരാം. ഭഗവാന്റെ കൃപ കൊണ്ടാണ് ഭാരവാഹികൾക്ക് ഇങ്ങനെ അവസരം എനിക്ക് തരാൻ തോന്നിപ്പിച്ചത്. അതുകൊണ്ട് ഭഗവാനോട് എല്ലാവരും നന്ദി പറഞ്ഞുകൊണ്ട് ആരംഭിക്കട്ടെ. നമ്മളെ കേരളീയ ഹൈന്ദവ സ്ത്രീകളുടെ ഒരു വ്രതാനുഷ്ഠാന ചടങ്ങായിട്ടാണ് തിരുവാതിര, ധനുമാസത്തിലെ തിരുവാതിര വരുന്നത്. ധനുമാസത്തിൽ തന്നെ കുറേ പ്രത്യേകതകളുണ്ട്. എന്താ പറയുക, മണ്ഡലകാലം ആരംഭിച്ച് അത് വൃശ്ചികത്തിൽ ആരംഭിച്ച് കുറേ ധനുവിലേക്ക് കൂടി വരുന്നു. അങ്ങനെ പിന്നെ ധനുമാസത്തിലെ വൈകുണ്ഠ ഏകാദശി കഴിഞ്ഞു, അടുത്തിടെ കഴിഞ്ഞു. ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയാണ് കുചേല ദിനം നമ്മൾ ആചരിച്ചു. അങ്ങനെ ധനുമാസത്തിലെ തിരുവാതിര അത് ഭഗവാൻ പരമശിവന്റെ തിരുനാളാണ്. പിന്നെ അതിന് പുറമെ നമ്മളുടെ സത്യസായി ഭഗവാന്റെ പിറന്നാൾ നക്ഷത്രം കൂടി അന്നാണ് വരുന്നത് തിരുവാതിര. അപ്പോൾ എല്ലാ സമിതികളിലും അത് സഹർഷം നമ്മൾ കൊണ്ടാടണം എന്നുള്ളത് വളരെ അർത്ഥവത്താണ്. ഭഗവാന്റെ നാളും തിരുവാതിര തന്നെയാണ്. അപ്പോൾ ഇവിടെ ആതിര, നമ്മൾ ആതിര എന്ന് മലയാളത്തിൽ പറയും, ആർദ്ര എന്ന് സംസ്കൃതത്തിൽ പറയും. തിരുവാതിര നക്ഷത്രം വളരെ ചന്ദ്ര ഭഗവാനോട് ചേർന്ന് നിന്നുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ ആർദ്ര ദർശനം എന്നുള്ള ഒരു വ്രതമാണ് ഇവിടെ നടത്തുന്നത്. അപ്പോൾ ആ ഒരു പ്രാധാന്യം നമുക്കറിയാം, ചന്ദ്രശേഖരനായ ഭഗവാനാണ്. ആ ഭഗവാന് എത്രത്തോളം ഇതിൽ പ്രാധാന്യമുണ്ട് എന്നുള്ളത് നമുക്കറിയാം. പാർവതി ദേവി ഈ ഒരു ദിവസം തപസ് ചെയ്ത് അങ്ങനെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് മംഗല്യഭാഗ്യം നൽകിയ ദിനം കൂടിയാണ് ധനുമാസത്തിലെ തിരുവാതിര. അന്ന് ആ നാളിലാണ് ആ ഒരു മഹത്തായ സംഭവം ഉണ്ടായത്. അപ്പം എല്ലാ മഹിളകൾക്കും, കന്യകമാർക്ക് നല്ല ഇഷ്ടഭരണ കിട്ടാനായിട്ടും, പിന്നെ സ്ത്രീകൾക്ക് നെടുമങ്ങല്യം, അവരുടെ ഭർത്താവിന് ദീർഘായുസും നല്ല ദാമ്പത്യ സൗഖ്യവും ഐശ്വര്യമൊക്കെ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് സ്ത്രീകൾ ഈ നോമ്പ് നോക്കുന്നു. അങ്ങനെ ഉള്ള പ്രത്യേകതകൾ കൂടിയുണ്ട്. അപ്പം ഇതിന് നമ്മൾ ഐതിഹ്യം പറയുകയാണെങ്കിൽ പാലാഴിവാസനായ ഭഗവാൻ വിഷ്ണു ഭഗവാൻ ഒരിക്കൽ യോഗനിദ്രയിൽ ഇരിക്കുമ്പോൾ വളരെ ആഹ്ലാദവാനായി ബലയപേക്ഷിക്കുന്ന രീതിയിൽ ഇങ്ങനെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോൾ മഹാലക്ഷ്മി അത്ഭുതം കൂടി. ആദിശേഷനായുള്ള ഭഗവാന്റെ ശേഷസായിയായിട്ടാണ് വിഷ്ണു ഭഗവാൻ ഇരിക്കുന്നത്. അപ്പൊ ശേഷൻ അത്ഭുതമായി, എന്താണ് ഭഗവാൻ ഇങ്ങനെ ഞങ്ങളോടൊന്ന് പങ്കുവയ്ക്കും ഈ സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഞാൻ ശിവതാണ്ഡവം കണ്ടു, അത് എനിക്ക് വളരെയധികം ആഹ്ലാദിച്ചിട്ടുണ്ടായിരുന്നു. ആ താണ്ഡവം കണ്ടതോടുകൂടി എനിക്കെന്തോ ഒരു വല്ലാത്ത ഊർജം ലഭിച്ച പോലെ തോന്നുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഭഗവാനോട് ഈ താണ്ഡവത്തെ ഭൂലോകയുടെ മംഗളത്തിനായിക്കൊണ്ട് വരണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് എന്ന് പറയും. അപ്പം ലക്ഷ്മി ദേവി പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും കാണുന്നത്. അപ്പം അങ്ങനെ ശേഷഭഗവാൻ ഈ ഒരു പകുതി മനുഷ്യരൂപവും പകുതി നാഗരൂപവുമായിട്ടുള്ള ഒരു രൂപത്തിലേക്ക് വന്നു. അങ്ങനെ ഭൂലോകത്തിൽ ഒരു ശിവലിംഗം പ്രത്യക്ഷപ്പെടും. അത് തമിഴ്നാട്ടിലെ ചിദംബരം എന്നുള്ള ആ ഒരു സ്ഥലത്തായിരുന്നു. അങ്ങനെ പ്രത്യക്ഷപ്പെട്ട് അങ്ങനെ വ്യാഘ്രപാദമുനി. അപ്പോൾ അദ്ദേഹം ആ സമയത്ത് അവിടെ വരികയാണ്. അപ്പോൾ ഭഗവാനോട് പറഞ്ഞു, ഞങ്ങൾക്കും കാണണം, അപ്പം നിങ്ങൾ പോയി തപസ്സിരിക്കൂ. അങ്ങനെ ശിവലിംഗം അവിടെ കാണപ്പെടുകയും അങ്ങനെ ഭഗവാൻ ഈ ധനുമാസത്തിൽ തിരുവാതിര നക്ഷത്രത്തിൽ ആ ചിദംബരം എന്ന സ്ഥലത്ത് പ്രത്യക്ഷപ്പെടുകയും അങ്ങനെ അവര് കണ്ട് ആഹ്ലാദിതരായി ഇത് ലോകമംഗളത്തിനായിക്കൊണ്ട് ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ശിവഭഗവാന്റെ നൃത്തം താണ്ഡവം എന്നറിയപ്പെടുന്നു. പാർവതി ദേവിയുടെ ലാസ്യ നൃത്തമാണ് വരുന്നത്. അപ്പം താണ്ഡവമാടി ഭഗവാന് വളരെ ഒരു രൗദ്രഭാവം കൈക്കൊള്ളുകയും അങ്ങനെ ഭഗവാൻ കാല് വയ്ക്കുന്ന സ്ഥലങ്ങളൊക്കെ ഇളകാൻ തുടങ്ങി. ഭൂലോക ആകെ ഇളകുകയാണ്. അപ്പം ഇത് കണ്ട് ഭയങ്കര പേടിയെ മറ്റേ ബ്രഹ്മാവിഷ്ണു ഭൂലോകവാസികൾക്കൊക്കെ പേടിയായി തുടങ്ങി. അയ്യോ, ഇത് എന്ത് പറ്റി ഇങ്ങനെ? അപ്പം ഭഗവാനെ ഒന്ന്
ലാസ്യ രൂപത്തിലാക്കണം. അപ്പൊ പാർവതി ദേവി ശിവകാമിയായിട്ട് അങ്ങനെ ചിദംബരത്ത് ഈ ചിദംബരേശ്വരനെ നമ്മൾ നടരാജ നർത്തന സുന്ദര നടരാജ. അപ്പൊ തമിഴ്നാട്ടുകാർക്ക് മാർഗഴി മാസത്തിലെ ഈ ഒരു വിശേഷം അവർ അങ്ങനെ ആ രീതിയിലാണ് കൊണ്ടാടുന്നത്. നമ്മളത് ഈ ഭഗവാൻ പാർവതി ദേവിക്ക് കിട്ടിയ ആ ഒരു തപസാഫല്യം എന്നുള്ള ഒരു പ്രധാന ഐതിഹ്യമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം വ്യത്യസ്ത സ്റ്റേജുകളിൽ വ്യത്യസ്ത ഭാവത്തിലാണ് ഇതേ നാള് തന്നെ വരുന്നത്. ഈ യാത്രാവൃതം ഇതൊക്കെ ചന്ദ്രനെ കാണലും ഒക്കെ നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ വേറെ വേറെ ഇപ്പോൾ കാശ്മീർ വരെ ഉണ്ട്. പിന്നെ ചന്ദ്രനെ കാണലും അവരാ ഒരു ഉള്ളിൽ ചാണകം കലക്കി അതിലേക്ക് ഇത് കണ്ട ശേഷം അവർ ഭക്ഷണം കഴിക്കുന്നു. അപ്പം അങ്ങനെയുള്ള വ്രതങ്ങളൊക്കെ അവരും നോക്കുന്നുണ്ട്. അപ്പം അത് ഈ ഒരു ഇതിലേക്കാണ് വരുന്നത് ഐതിഹ്യം, തിരുവാതിര നാളിൻ്റെ ഐതിഹ്യത്തിൽ. അപ്പോൾ ഈ ശേഷ ഭഗവാൻ ഇങ്ങനെ രൂപം കൊണ്ട് പതഞ്ജലി അങ്ങനെ അദ്ദേഹത്തിന് കൈകൾ കാട്ടിയപ്പോൾ ഭഗവാൻ അതിലേക്ക് ഇട്ട് കൊടുത്ത യോഗാവശിഷ്ടം എന്ന ഗ്രന്ഥം, ആ യോഗ രൂപം ആ കൈകളിലേക്ക് പതിച്ചു. അങ്ങനെ പതഞ്ജലി ആയി മഹർഷിയായി തീരുകയും അങ്ങനെ പതഞ്ജലിക്ക് ഈ യോഗ ആസനങ്ങളെല്ലാം കിട്ടുകയും ചെയ്തു. ആ പഠനം അദ്ദേഹത്തിന് ലഭിച്ചു. അങ്ങനെയാണ് പതഞ്ജലി മഹർഷിയായി തീർന്നത്. അപ്പോൾ അവിടെ ഒരു പുണ്യസ്ഥലമായി മാറി ചിദംബരം. അങ്ങനെ ആ ഒരു ചിദംബരേശൻ നടരാജൻ അങ്ങനെ അവതാരമൂർത്തിയായി വന്നു. പിന്നെ നമുക്ക് അറിയാം, ഗോപികമാരെ കൃഷ്ണനെ ഭർത്താവായി ലഭിക്കാനായിട്ട് അവർ കുറേ ആഗ്രഹിച്ചതാണ്. അവർ വ്രതമൊക്കെ എടുത്തായിരുന്നു. എപ്പോഴും കൃഷ്ണന്റെ വിചാരമാണ് ഗോപികമാർക്ക്. അങ്ങനെ അവിടെ ഗുജറാത്ത് അങ്ങനെ വൃന്ദാവനം എന്ന് പറയാം, അവിടെയുള്ള ഗോപികമാരൊക്കെ കാർത്യായനി പൂജ. അപ്പം അത് ഇതേ ദിവസമാണ് വരുന്നത്. ഈ അവരുടെ ആ ഒരു ഭാവം വൃന്ദവും നോമ്പും എല്ലാം വരുന്നത് കാർത്യായനി പൂജയായിട്ടാണ്. അപ്പം അതും തിരുവാതിര നാളിൽ തന്നെയാണ്. അപ്പം അതൊരു പ്രത്യേകതയാണ്. ഐതിഹ്യങ്ങൾ തിരുവാതിരയുടെ പുറകിലുള്ള ഐതിഹ്യമായിട്ടാണ് വരുന്നത്. ഇതിലെല്ലാം തന്നെ സ്ത്രീകൾക്കാണ് കൂടുതൽ പ്രാധാന്യമായിട്ട് വരുന്നത്. പക്ഷെ എല്ലാ പുരുഷന്മാരും ഇതിനോട് സഹകരിക്കും. അവരുടെ കൂട്ടായ്മകളൊക്കെ നല്ല രീതിയിൽ അവർ സഹകരണത്തോടു കൂടി പോകുന്നുണ്ട്. അപ്പോൾ പണ്ട് കാലത്തെന്ന് പറഞ്ഞു നമ്പൂതിരി ഗൃഹങ്ങളിൽ എല്ലാ സ്ത്രീകളും ഒത്തുകൂടുകയായിരുന്നു. ഒരു 7 ദിവസം മുമ്പേ എൻ്റെ അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവരിങ്ങനെ കുളം, എല്ലാ വീടുകളിലും മിക്ക വീടുകളിലും കുളം ഉണ്ടാകുമായിരുന്നു. തറവാടുകളിലൊക്കെ കുളമുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിൽ തുടിച്ച് കുളിക്കുക എന്നുള്ളത് ഒരു പ്രധാന കാര്യമാണ്. അത് ആ വെള്ളത്തിൻ്റെ ശബ്ദം അങ്ങനെ കേൾപ്പിച്ചുകൊണ്ട് കുളിക്കുമായിരുന്നു. അത് 7 ദിവസം മുമ്പേ തുടങ്ങും. റാന്തലും ചൂട്ടൊക്കെ കത്തിച്ച് ഇങ്ങനെ പോയി അങ്ങനെ കുളിക്കുമായിരുന്നു. പുലർച്ചെ ഭർത്താവ് ഉണരുന്നതിന് മുമ്പേ ഭാര്യമാർ പോയി കുളിക്കണം എന്നാണ്. എന്നിട്ട് അവർ സ്ത്രീകൾ പുരുഷന്മാർക്ക് വേണ്ടി എല്ലാ സാധനങ്ങളും ഒക്കെ ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. പിന്നെ മകയിരം നോൽക്കുക എന്ന് പറഞ്ഞാൽ അത് ഊണ് കഴിച്ച് ഒരിക്കൽ രാത്രി അരി ഭക്ഷണം കഴിക്കാതെ മകയിരം മക്കൾക്ക്, അങ്ങനെ പറയുന്നു. മകയിരം നോറ്റാൽ മക്കൾക്ക്, തിരുവാതിര നോറ്റാൽ ഭർത്താവിന്, അങ്ങനെ 2 രീതിയിൽ പറയുന്നുണ്ട്. മകയിരം നോൽപ്പിൻ്റെ പ്രാധാന്യം അതാണ്. അപ്പോൾ ആ രീതിയിൽ മിക്കവാറും എല്ലാ സ്ത്രീകളും ഒത്തുകൂടിയിട്ടാണ് ഇതൊക്കെ അവർ അനുഷ്ഠിച്ചിരുന്നത്. പിന്നെ അന്നേ ദിവസം പുലർച്ചെ കുളി കഴിഞ്ഞ് പൂവ വരഞ്ഞു. അത് ഒരു പ്രധാന അനുഷ്ഠാനമാണ്. അത് ഗണപതിക്ക് നേരിക്കുക. അപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ അമ്മയ്ക്ക് നല്ല ഉത്സാഹമായിരുന്നു. ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ വളരെ നേരത്തെ കൂട്ടി അമ്മ എല്ലാം പ്ലാൻ ചെയ്യും. അങ്ങനെയല്ല അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി കരുതുക. ഈത്തപ്പഴം, കയർച്ചൊക്കെ ഇതിൻ്റെ പ്രത്യേകതകളാണ്. അതൊക്കെ നമുക്ക് കഴിക്കാം. വേറെ കാശി പോലെയല്ല. ഇതിന് പപ്പടവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കും. അപ്പോൾ അതൊക്കെ ഒരുക്കാനൊക്കെ ഞങ്ങൾ കുട്ടിക്കാലത്ത് ഈ ഏലക്കായയുടെയും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ വറുക്കുന്നതിപ്പോൾ വാസനകൾ ഇങ്ങനെ കേൾക്കും രാവിലെ. അപ്പം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഓരോ പ്രശ്നം പോവുകയുണ്ടാവും കൂടെ തരാൻ. അപ്പോൾ തന്നെ കഴിക്കാം. അപ്പോൾ ഞങ്ങൾക്കൊക്കെ വളരെ ഉത്സാഹമായിരുന്നു. രാവിലെ എല്ലാവരും വേഗം കുളിച്ച് റെഡിയാവും ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പം അങ്ങനെ ഒരു ഓർമ്മകളാണ് എൻ്റെ കുട്ടിക്കാലത്ത് തിരുവാതിരയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അമ്മയുടെ ആ ഉത്സാഹം ഒക്കെ ഓർമ്മയിൽ വരികയാണ്. പിന്നെ കളികൾ, ഊഞ്ഞാലാട്ടം, നമ്മളെ എട്ടങ്ങാടി എന്നുള്ള ഒരു ഇത് തയ്യാറാണ്. ആ കാർഷിക വിഭവങ്ങൾ, ആ കാലത്ത് കിട്ടുന്ന എല്ലാ കാർഷിക വിഭവങ്ങളും
ചേമ്പ്, കാച്ചില്, കാവുത്ത്, പിന്നെ പൂക്ക, നേന്ത്രക്കായ, അങ്ങനെ 8 രീതിയിലുള്ള, അതിൽ തേങ്ങ, ശർക്കര, എള്ള് ഇതൊക്കെ ചേർത്തുകൊണ്ട് തയ്യാറാക്കുന്ന വിഭവമാണ് എട്ടങ്ങാടി. അത് ഈ തിരുവാതിരയുടെ പ്രത്യേകതയാണ്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കാൻ എല്ലാ സ്ത്രീകളും കൂടും. അങ്ങനെ അതൊരു സൗഹാർദ്ദത്തിൻ്റെയും ഒരു സ്നേഹത്തിൻ്റെയും ഒക്കെ ഒരു കൂട്ടായ്മയാണ് ഇവിടെ കാണാൻ. ആരും വിട്ടു നിൽക്കില്ല. അപ്പോൾ ഇതിന് കുറച്ച് ദിവസം മുമ്പ് തന്നെ കളികൾ തുടങ്ങും. അങ്ങനെ എല്ലാവരും തിരുവാതിര കളി. അപ്പോൾ അതിനു വേണ്ടി എല്ലാവരും ഇല്ലങ്ങളിൽ ഒത്തുകൂടുകയും അങ്ങനെ കൈകൊട്ടിക്കളി, കോൽക്കളി അങ്ങനെയുള്ള കളികളൊക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് അപ്പോൾ അവിടെ ഐക്യം, അതാണ് സ്ത്രീകളുടെ ഐക്യമാണ് കാണുന്നത്. സാഹോദര്യമാണ്. എല്ലാ കലകളിലും സൗമ്യവും സ്നേഹവും തന്നെയാണ് നമ്മൾ കാണുന്നത്. എല്ലാ കലകളിലും ഉണ്ട് സ്നേഹം, സൗമ്യമൊക്കെ ഉണ്ടാവും. സ്വാമി പറഞ്ഞ പോലെ ലവോൾ സെർവോൾ, ആ ഒരു സന്ദേശം എല്ലാത്തിലും ഉണ്ട്. ഇന്ന് വിവേകാനന്ദന്റെ ജന്മവാർഷികം കൂടിയാണ്. അപ്പം അദ്ദേഹം ആത്മീയതയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇത് ദേശീയ യുവജനതാ ദിനമായിട്ട് ആചരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ജന്മദിനം. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആത്മാവിനെ അറിയുക എന്നുള്ളതാണ് ആത്മീയത. അപ്പം അതിൽ നമ്മൾ ധീരരായിരിക്കുക, ശക്തരായിരിക്കുക. എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും ഇത് ശരിയാകുമെന്നുള്ളൊരു ശുഭപ്രതീക്ഷ, ആ ഒരു പ്രസാദാത്മകതയാണ് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. നമ്മളൊരിക്കലും നിരാശരാകരുത്. അപ്പോൾ ആ മഹാത്മാക്കളുടെ പുസ്തകങ്ങൾ കുട്ടികൾ വായിക്കുന്നതോടുകൂടി ആ യൂത്തൊക്കെ കൂടുതൽ ഉത്സാഹവതിയ, ഒരിക്കലും അവരുടെ ഒരു നിരാശ വരാതെ, അതാണ് വെല്ലുവിളികൾ നിറഞ്ഞതാണ് ജീവിതം. അപ്പം അതുകൊണ്ട് അതിനുള്ള ശക്തി പകരാനാണ് ഇത്തരത്തിലുള്ള സാധനങ്ങളും, എല്ലാ സാധനങ്ങളും ആ ശക്തി പകരാനാണ്. നമ്മൾ മൊബൈൽ ചാർജ് ചെയ്യും, അല്ലെങ്കിൽ നമുക്കറിയാം മൊബൈൽ ഇല്ല ചാർജ് ചെയ്യുന്നത്. അപ്പം അതുപോലെ ഒരു ചാർജിങ് ആണ് ഈ സാധനങ്ങൾ. ആ സാധനങ്ങളിലൂടെ നമുക്കൊരു ബാറ്ററി ചാർജിങ് ആണ് വരുന്നത്. ഭജനയാണെങ്കിലും നമ്മളെ വീട്ടിൽ നിന്നുള്ള നാമം ചൊല്ലലാണെങ്കിലും, അതാണ് കുട്ടികളെ പാട്ട് പഠിക്കും. നാമം ചൊല്ലി വളർന്നവർ നമ്മൾ, നാമം കേട്ടു വളർന്നവർ നമ്മൾ. അപ്പം മുത്തശ്ശിമാരെ ഈ നാമം കുട്ടികളെ പഠിപ്പിക്കുകയാണ്. അപ്പം അത് കുട്ടികൾ കേട്ട് ചൊല്ലി അങ്ങനെ അവർ ആ ശീലത്തിലേക്ക് വരുന്നു. അപ്പം ആ നാമജപം അതൊക്കെ ഒരു എനർജി ബൂസ്റ്റിംഗ് ആണ്. അപ്പം നമ്മൾ കോവിഡ് വന്നപ്പോൾ നമ്മൾ ആകെ നിരാശരായി. അയ്യോ എല്ലാവരും പറഞ്ഞു ലോകം അവസാനിക്കാൻ പോകുന്നത്, കോവിഡ് എല്ലാവരും മരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ എല്ലാം മാറി, ആ കെട്ട കാലമൊക്കെ പോയി. അപ്പം അങ്ങനെ ഒരു ശുഭപ്രതീക്ഷ, എന്തൊരു ഇത് വന്നാലും നമ്മൾ അഭയം പ്രാപിക്കേണ്ടത് ഒരു ശക്തിയാണ്. അതാണ് മഹാത്മാക്കളും ആചാര്യന്മാരും ഗുരുക്കന്മാരും ഒക്കെ നമുക്ക് കാണിച്ചു തരുന്നൊരു വഴി. ഈ പൊങ്ങുതടി ഒഴുക്കിനൊപ്പമാണ് നീന്ത പൊങ്ങുതടി. അത് എവിടേക്കോ എത്തിയിട്ടാണ് പൊങ്ങുതടി പോകുന്നത്. പക്ഷെ അങ്ങനെയല്ല, ജീവിതനാവുക ഒഴുക്കിനെതിരെ തുഴഞ്ഞുകൊണ്ട് ശക്തമായിട്ടുള്ള ഒഴുക്കുകളെ അതിജീവിച്ചുകൊണ്ട് പോകണം എന്നാണ് സ്വാമിയും അതുപോലെയുള്ള ഈ വിവേകാനന്ദ സ്വാമികളും അങ്ങനെയുള്ള ആചാര്യന്മാരൊക്കെ പറയുന്നത്. ആ പ്രസാദാത്മകത നിലനിർത്തിക്കൊണ്ട് നൈരാശ്യം വരാതെ നിങ്ങൾ ശക്തരാകുകയും നിങ്ങൾ കൂടുതൽ ബലവത്തരായി തീരുകയും എന്നുള്ള സമൂഹത്തെയും നാടിനെയും മുന്നോട്ട് നയിച്ചുകൊണ്ട് കുട്ടികളൊക്കെ ആ ഒരു പ്രതിജ്ഞ എടുപ്പിച്ചുകൊണ്ടുള്ള ദിനം കൂടിയാണ് ദേശീയ യുവജനതാ ദിനം വരുന്നത്. അപ്പോൾ അതിനോടുകൂടി അതും കൂടി സൂചിപ്പിക്കുകയാണ്. പിന്നെ നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കി എട്ടങ്ങാടിയൊക്കെ വെച്ച് നമ്മൾ അത് ഗണപതിക്ക് നേദിച്ച ശേഷം എല്ലാ സ്ത്രീകളും കഴിക്കും. അത് നൈവേദ്യമായിട്ട് അർപ്പിച്ച ശേഷം അവർ ഉച്ചയ്ക്ക് ശേഷം എല്ലാ ആക്ടിവിറ്റീസും ഓരോന്ന് ആക്ടിവിറ്റീസ്, കാരണം ആരും ഉറങ്ങരുത്. ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉറക്കം വരും. അപ്പോൾ വൈകുന്നേരം ആയാലും ഓരോരുത്തർ തിരുവാതിര കളിക്കാനും. അപ്പം അതിലാണ് വീര വീരാട കുമാര വിഭോ ചാരുതര ഗുണസാഗരഭോ. അപ്പം അങ്ങനെ ആ രാജകുമാരനെ വാഴ്ത്തിക്കൊണ്ട് അങ്ങനെ നമ്മളെ ആ ഒരു പുണ്യാത്മാക്കളായിട്ടുള്ള നമ്മളുടെ സാക്ഷാൽ പരമശിവനെയും അവരുടെ പാർവതി പരമേശ്വര
ചരിതങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് ഇങ്ങനെ വരുന്നത്. അപ്പൊ അത് എല്ലാ പാട്ടുകളിലും അങ്ങനെയാണ്. പിന്നെ കുമ്മിയടി അത് കേരളത്തിൻ്റെതായ ഒരു ശൈലിയാണ്. അപ്പൊ ആദ്യം വളരെ സാവധാനത്തിൽ ഉള്ള ഈണങ്ങൾ തിരുവാതിരക്കളി കളിക്കുന്നവർക്ക് അറിയാം. ആദ്യം പതുക്കെ പതുക്കെ കളിച്ച ശേഷം അത് ബോറിംഗ് ആണ്, കുറെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ബോറിംഗ് വരും. അപ്പൊ കോവലേനെ കണ്ടോ ഭയങ്കര ചാട്ടവും. അപ്പൊ ആ സ്റ്റെപ്പൊക്കെ മാറ്റി. അപ്പൊ ആ കളിക്കുന്നവർക്കും ഒരു ഊർജായി, കാണുന്നവർക്കും ഒരു ഊർജായി. കോവലന്റെ കഥ, കണ്ണകി കോവലന്റെ ഒക്കെ കഥകൾ അതിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ കണ്ണകി ചരിതം, ആ ചരിതത്തിലൂടെയാണ് കുമ്മിയടി വരുന്നത്. അപ്പൊ അങ്ങനെ കളിച്ചുകൊണ്ട് അപ്പൊ കാണുന്നവർക്ക് ഒരു ഉഷാറോടെ ആദ്യം ഒരു കുഞ്ഞു പോലെ തോന്നാറുണ്ട്. പിന്നെ അവർക്ക് എല്ലാവർക്കും കുമ്മിയടി വരുന്നതോടെ നല്ല ഉഷാറായി, സദസ്സൊക്കെ ഉഷാറായി. അപ്പൊ ഈ നടുമുറ്റത്ത് ക്ലോസത്തറിയ നടുമുറ്റം, അന്ന് സ്റ്റേജ് ഒന്നും ഉണ്ടാവില്ല പഴയ കാലങ്ങളിൽ. ഇങ്ങനെ ആളുകൾ ഇരുന്നുകൊണ്ട്, ഇപ്പോഴും സിനിമകളിലൊക്കെ കാണാം, വഴികളിലൊക്കെ ആളുകൾ ഇരിക്കുന്നു, നടുമുറ്റത്തെ സ്ത്രീകളൊക്കെ പട്ടം ചുറ്റി നിന്ന് കളിക്കാൻ കുട്ടികളൊക്കെ അതിൽ കൂടും. അങ്ങനെയുള്ള ആ ഒരു സ്നേഹ സാഹോദര്യ പരസ്പരമുള്ള ആ ഒരു ഐക്യം, സഹകരണം, സദ്ഗുണങ്ങളൊക്കെ തന്നെ പോഷിപ്പിക്കുക. അതാണ് ഈ കലകളുടെ ഏറ്റവും പ്രാധാന്യം. അതാണ് നമ്മളൊരിക്കലും വിട്ട് നിൽക്കരുത്. അപ്പൊ നമ്മൾ ദുഃഖങ്ങളിലും സന്തോഷങ്ങളിലും ഒക്കെ പങ്കുചേരും. എല്ലാവരും അയൽക്കാരാരാന്നൊന്നും പറയുന്നില്ല നമുക്ക്. അവിടെ ആരാ താമസം, ഫ്ലാറ്റൊക്കെ ആണെങ്കിൽ തീരെ പുറത്തൊന്നും അവരെ കാണുന്നില്ല. അങ്ങനത്തെ ഒരു യുഗത്തിലേക്ക് നമ്മൾ വന്നു പോയി. പക്ഷെ പണ്ട് അങ്ങനെ ആയിരുന്നില്ല. എല്ലാവർക്കും എല്ലാവരുടെ കാര്യം അറിയാം. അവിടെ ആര് വന്നു, ആര് പോയി, അവർക്ക് എന്തെങ്കിലും അസുഖമായാൽ കാണാൻ പോകുന്നു. ഇങ്ങനെയുള്ള ഒരു ഐക്യത പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വളരെ കുറവാണ്. പക്ഷേ ഇപ്പോഴും എങ്കിലും ഈ സ്കൂൾ യുവജനോത്സവങ്ങളിലൊക്കെ ഇവർ ഐറ്റമായി എടുത്തുകൊണ്ട് തിരുവാതിരക്കളിയും കൈകൊട്ടിക്കളിയൊക്കെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അത് പഴമക്കാർ പറഞ്ഞു കൊടുത്തൊക്കെ കുട്ടികൾ കളിക്കുന്നുണ്ട്. അതൊക്കെ ഒരു നല്ല കാര്യമാണ്. പക്ഷെ ആ ഒരു ചിന്തകളിലേക്ക് നമ്മൾ ഒരു കാൽപ്പനികമായ അല്ലെങ്കിൽ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ്, ഗൃഹാതുരത്വം, അത് തോന്നുന്ന ഒരു ലൈനിലേക്ക് വരുന്ന ഒരു നല്ല ഒരു സന്തോഷത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. എല്ലാവർക്കും ഗുണം ചെയ്യും എന്നുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞ് എല്ലാവരും ദശപുഷ്പം ചൂടുക. ഒരു 10 പുഷ്പങ്ങൾ കുറ്റി കറുക അങ്ങനെയുള്ള പൂവാങ്കുറുങ്ങിൽ അങ്ങനെയുള്ള തൊടികളിലുണ്ടാവും. അപ്പൊ രാത്രി ഈ നിലാവിന്റെ നല്ല നിലാവാണ്, ആർദ്ര നിലാവ് എന്ന് പറഞ്ഞാൽ രാത്രി നല്ല വെളിച്ചൊന്നും വേണ്ട, നമ്മളെ തൊടികളിലെല്ലാം നല്ല കാണാം. അപ്പൊ എല്ലാവരും തൊടിയിലേക്ക് ഇറങ്ങും. അപ്പൊ അതില് അവര് പാട്ട് പാടും. അതും ഇങ്ങനെ എന്തെങ്കിലും എഴുതുന്നതിലൊക്കെ ഉണ്ടെങ്കിൽ പോകും, കൈ ഒട്ടിയിട്ട് ഒക്കെ ആകുമ്പോൾ അത് തിരയുന്നതിൻ്റെ ഇടയിൽ അവര് ചിലർ കൂട്ട് കഴിക്കും, കൂട്ടുണ്ടാക്കി ഒന്ന് കഴിക്കും. അങ്ങനെ ഉള്ള നേരം പോകാൻ വേണ്ടി രാത്രി ചന്ദ്രനെ കാണുന്നവരെ 12 മണി വരെ സമയം പോകണം. അപ്പൊ അതിനുള്ള കളികളൊക്കെ ഉണ്ടാവും. അപ്പൊ അത് ഇത് ദശപുഷ്പം തെരഞ്ഞു പോകുന്നതിനിടയിൽ പാടും. ഒന്നാനാം മതിലകത്ത് ഒന്നൊന്നായി കുത്തിലഞ്ഞി, ഓരോരോ കുത്തിലഞ്ഞി പൂപ്പറിക്കടി തോഴിമാരെ, തോഴിനടി തോഴിമാരെ, കുത്തിലഞ്ഞി പൂപ്പറിക്കാൻ തോഴിനടി തോഴിമാരെ. അങ്ങനെ പറഞ്ഞ് എല്ലാ സ്ത്രീകളും കൂടി പറഞ്ഞു നടന്ന് നല്ല ദശപുഷ്പം കിട്ടും. നമുക്കറിയില്ല, കുട്ടികൾക്ക് അറിയില്ല ഏതാ കറുക മുക്കുട്ടി ഒന്നും അറിയില്ല. അപ്പൊ അത് ധാരാളം തൊഴിലുകൾ കണ്ടോ അതൊക്കെ പറക്കി കൊണ്ടുവന്ന് വെറ്റില അടയ്ക്കാൻ നോക്കുക. അതൊക്കെ ഒരു ചടങ്ങാണ്. അങ്ങനെ ആർദ്ര ദർശനം അങ്ങനെയായ എല്ലാവരും ഈ ദശപുഷ്പങ്ങളൊക്കെ തലയിൽ ചൂണ്ടി വെറ്റില മുറുക്കി അങ്ങനെ ഭഗവാനെ തൊഴുത് പ്രാർത്ഥിച്ച് അങ്ങനെ നമ്മളുടെ എല്ലാ ആവശ്യങ്ങളും ഭഗവാനോട് പറയണം. അങ്ങനെ ഒരു പ്രാർത്ഥന സന്ദർഭം കൂടിയാണ് രാത്രി സമയം. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ഉറങ്ങില്ല. പിന്നെ എല്ലാവരും അതിന് ഓരോ പുരാണങ്ങൾ പറഞ്ഞുകൊണ്ട് മുത്തശ്ശിമാരൊക്കെ ഓരോ പുരാണങ്ങൾ പറയും. ആ പുരാണങ്ങളൊക്കെ കേട്ടുകൊണ്ട് സ്ത്രീകളൊക്കെ ഇരിക്കും. അങ്ങനെ കുട്ടികളും സ്ത്രീകളും എല്ലാവരും തന്നെ ഊഞ്ഞാലാട്ടുണ്ട്. പിന്നെ ഓരോ കളികളിൽ രാത്രി ഇവിടെ ഉറങ്ങരുതല്ലോ. അപ്പൊ അതിൽ മാണിക്യ ചെമ്പഴുക്ക എല്ലാവരും വട്ടത്തിൽ ഇങ്ങനെ ഇരിക്കും. ഇതിൽ പുറകോട്ട് കൈകെട്ടി
പഴുത്ത അടക്ക എല്ലാവരും ഇങ്ങനെ ഒരു ആള് കഴിക്കും. എന്നിട്ട് അതിങ്ങനെ മാണിക്യച്ചെമ്പഴുക്ക മാണിക്യച്ചെമ്പഴുക്ക ആ കയ്യില് മാണിക്യച്ചെമ്പഴുക്ക കയ്യിലോ മാണിക്യച്ചെമ്പഴുക്ക. അപ്പൊ അത് പറയുമ്പോൾ ഇങ്ങനെ പാസ് ചെയ്യാം. അപ്പൊ ഈ പാട്ട് നമ്മൾ മ്യൂസിക്കൽ ചെയർ പോലെ പാട്ട് നിർത്തിയ അപ്പൊ ഒരു കസാല കഴിച്ചു ആരാളുള്ള. അപ്പൊ അതിൽ ആർക്ക് കസാല കിട്ടിയില്ല അവരോട്ടായി ബാക്കിയുള്ളവരൊക്കെ. മ്യൂസിക്കൽ ചെയർ പോലുള്ളൊരു കളിയാണ്. പക്ഷെ ഇതാണ് മാണിക്യച്ചെമ്പഴുക്ക പഴുത്തടക്കിയാണ്. അപ്പൊ അത് ഇങ്ങനെ പാസ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ ആ കളികളൊക്കെ പഴയ കളികളൊക്കെ പങ്കിടങ്ങളി അങ്ങനത്തെ കളികളൊക്കെ പോയി. ഇപ്പോൾ ഇവിടെയൊക്കെ ഈ വാഴക്കണ്ണുകൾ മുറിച്ച് വെച്ച കളികൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കുറെ കളികളൊക്കെ. പമ്പരം കളി, ഗോട്ടി കളി. അപ്പൊ ഈ മാണിക്യച്ചെമ്പഴുക്ക ഇങ്ങനെ പടങ്ങിയിരുന്നു. അപ്പൊ ഉറങ്ങരുതല്ലോ. അപ്പൊ അതിന് വേണ്ടിയുള്ള കളികൾ. അപ്പൊ ഈ മാണിക്യച്ചെമ്പഴുക്ക കളിക്കും. അങ്ങനെ എല്ലാവരും കൂടി നല്ല സന്തോഷത്തില് ആ രാവ് മുഴുവൻ തീർത്ത ശേഷം എല്ലാവരും കൂടി തന്നെയാണ് പിറ്റേന്ന് കുളിക്കാനും പോകുന്നത്. പിന്നെ ആ കുളിച്ച് ശിവക്ഷേത്രത്തിൽ പോയി തൊഴുത് ഭഗവാനെ തൊഴുത് അങ്ങനെ ആ നമ്മൾ ദ്വാദശി പാരണം വീട്ടുക എന്ന് പറയുന്ന പോലെ തന്നെ തിരുവാതിര പിറ്റേ ദിവസം അവിടുന്ന് മുറിയുന്നവരെയും നമ്മൾ പുലർച്ചത്തെ ആ ഒരു അനുഷ്ഠാനം കൂടി ചെയ്തുകൊണ്ടാണ് ഇത് നോമ്പ് നമ്മൾ അവസാനിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തിരുവാതിരയെ കുറിച്ച് പറയാനുള്ളത്. ഞങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ മനസ്സിലാവുന്നുണ്ടെങ്കിലോ